ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. വിനോദ്, ഇറാനെ സംബന്ധിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. GCC രാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ ഇതിനെ അപലപിച്ചിട്ടുള്ളത്. അയൽ രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ഈ കടന്നുകയറ്റം എന്ന് പറയുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ല എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഇറാന് ഒരു ആക്രമണം നേരിട്ടിരിക്കുന്നു എന്ന സാഹചര്യം അത് വ്യക്തമാണ് എങ്കിൽ പോലും അയൽ രാഷ്ട്രങ്ങളോട് ഈ രീതിയിൽ പെരുമാറുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് എല്ലാവരെയും പിണക്കിക്കൊണ്ട് എത്ര മുന്നോട്ട് പോകാൻ കഴിയും ഈ നടപടികളിൽ എന്നൊരു ചോദ്യമുണ്ടല്ലോ. രേണുക, തീർച്ചയായിട്ടും എത്ര ദൂരം ഇറാന് ഇങ്ങനെ പോകാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം GCC അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല. പക്ഷേ അങ്ങനെ അങ്ങ് ഇറാൻ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് കരുതുക വയ്യ. കാരണം ചൈനയിൽ നിന്ന് ഇറാന് ആയുധ സഹായം ലഭിക്കുന്നുണ്ട്. റഷ്യ സഹായിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. കാരണം ചൈനയും റഷ്യയും ഉത്തര കൊറിയയും സംയുക്തമായി ഇപ്പോൾ ഇറാനെ പിന്തുണച്ചുകൊണ്ട് അവരുടെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതുവരെ വ്ളാഡിമിർ പുടിൻ്റെ സമീപനം എന്താകും എന്നതിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുകയായിരുന്നു. കാരണം ഇറാൻ്റെ തീരത്ത് അമേരിക്ക സൈനികാഭ്യാസം നടത്തിയപ്പോൾ ഇറാനും റഷ്യയും ചേർന്ന് തിരിച്ചും സൈനികാഭ്യാസം നടത്തിയിരുന്നു. അപ്പോൾ തന്നെ യുദ്ധമുണ്ടായാൽ റഷ്യ ഇറാനെ സഹായിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഖമേനി വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരെല്ലാം കൊല്ലപ്പെടുന്നു. അപ്പോഴൊക്കെ തന്നെ റഷ്യ നിശബ്ദത പാലിക്കുകയായിരുന്നു. അത് ഏവരെയും അമ്പരപ്പിച്ചു, ലോകരാജ്യങ്ങളെ ആകെ അമ്പരപ്പിച്ചു. അമേരിക്കൻ മാധ്യമങ്ങൾ വ്ളാഡിമിർ പുടിനെ കളിയാക്കുന്ന തരത്തിലേക്കൊക്കെ ആ ഒരു സാഹചര്യത്തെ ചിത്രീകരിച്ചു. കാരണം റഷ്യ സഹായിക്കും എന്നൊരു പ്രതീക്ഷ ഇറാനുണ്ടായിരുന്നു. പക്ഷേ വൈകിയെങ്കിലും, ഒരല്പം വൈകിയെങ്കിലും റഷ്യ ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നു, ഇറാന് പിന്തുണ അറിയിച്ചിരിക്കുന്നു, ചൈന അറിയിച്ചിരിക്കുന്നു, ഉത്തര കൊറിയ അറിയിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു പിന്തുണ വരുമ്പോൾ ഖമേനി ജീവനോടെ ഇല്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഖമേനിയൊക്കെ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകണം ഇങ്ങനെ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സംയുക്ത സൈനിക അഭ്യാസം രാജ്യത്തോട് ചേർന്ന് നടത്തിയ റഷ്യ ആണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോയാൽ വളരെ പെട്ടെന്ന് റഷ്യയുടെയൊക്കെ സഹായം കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടാകണം. പക്ഷേ അത് വൈകി, അല്ലെങ്കിൽ അതൊരല്പം വൈകിയപ്പോൾ ഖമേനി ഭൂമിയിലില്ല എന്നതാണ് ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നു. ഇന്ത്യക്കാരുടെ സുരക്ഷ ചർച്ച ചെയ്യുന്നതിനാണ് പ്രധാനമായും യോഗം വിളിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം വളരെ ഗൗരവത്തോടുകൂടി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ഏത് തരത്തിലുള്ള നിലപാടുകളാണ് ഇനി സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ഇതെല്ലാം തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത് ഉൾപ്പെടെ ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധം തുടർന്നാൽ ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ മലയാളികളുമായി നിരവധി ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ആശങ്കയിലാണ്. പലരും വീടുകളിലോ ഫ്ലാറ്റുകളിലോ ഒക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ജോലിക്ക് പോയ ആളുകൾ, പഠനാവശ്യത്തിന് പോയ കുട്ടികൾ, അങ്ങനെ നിരവധി പേരുണ്ട്. പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പലായനത്തിൻ്റെ ഒരു സാധ്യത കൂടി മിഡിൽ ഈസ്റ്റിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാനിൽ നിന്ന് ആളുകൾ തുർക്കിയിലേക്ക് പലായനം ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനിൽ തുടരുന്നത് അപകടകരമാണ് എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല രേണുക, ഇനിയുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതുവരെ സിവിലിയൻസിന് നേരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായില്ലെങ്കിൽ പോലും ഇനിയുള്ള മണിക്കൂറുകളിൽ കാര്യങ്ങൾ ഏത് വഴിക്ക് പോകുമെന്ന് ഉറപ്പില്ല. ജനവാസ മേഖലകളിലൊക്കെ ഒരുപക്ഷെ ബോംബിംഗ് ഉണ്ടാകും, മിസൈൽ വർഷമുണ്ടാകാം. ഈ ഇരു രാജ്യങ്ങളും കോപ്പ് കൂട്ടുകയാണ്. ഇറാൻ ഒറ്റയ്ക്കാവില്ല എന്നൊരു സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. റഷ്യ പിന്തുണയ്ക്കുന്നു, ചൈന പിന്തുണയ്ക്കുന്നു, ഉത്തര കൊറിയ പിന്തുണയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ 2 ചേരിയായി ലോകരാഷ്ട്രങ്ങൾ മാറുന്ന, അല്ലെങ്കിൽ നമ്മൾ വലിയ മഹായുദ്ധങ്ങൾ കണ്ടതുപോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നറിയില്ല. പക്ഷേ അതിനുള്ള അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ട്. ചേരി തിരിഞ്ഞ് രാജ്യങ്ങൾ മാറുന്നൊരു കാഴ്ചയുണ്ട്. UK രാവിലെ തന്നെ ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി അമേരിക്കയോടൊപ്പം ചേരുന്ന സാഹചര്യമുണ്ടായിരുന്നു. UK-യും ഇസ്രയേലും അമേരിക്കയും പ്രത്യക്ഷത്തിൽ ഈ യുദ്ധമുഖത്തുണ്ട്. മറ്റ് പല രാജ്യങ്ങളും നിശബ്ദമായി ഈ ചേരിക്ക് പിന്തുണ നൽകുന്നുമുണ്ട്. രേണുക, പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇന്ത്യയും സസൂക്ഷ്മം വിലയിരുത്തുകയാണ്. GCC രാഷ്ട്രങ്ങൾക്ക് മേൽ നടക്കുന്ന ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത്
ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അവരുടെ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു അടിയന്തര സുരക്ഷാ സമിതി യോഗമാണ് ചേരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഈ സാഹചര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. UAE ഉൾപ്പെടെ 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. നേപ്പാളി പൗരനും പാകിസ്ഥാൻ പൗരനും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഒരു ബംഗ്ലാദേശ് പൗരനും കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ഇതൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇന്ത്യക്കാരുടെ GCC രാഷ്ട്രങ്ങളുടെ ഇന്ത്യക്കാരുടെ സുരക്ഷ മുൻനിർത്തി ഒരു നിർണായക യോഗം അല്പസമയത്തിനകം ചേരാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക രാജ്യത്തും നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മളോട് സൂചിപ്പിച്ച ബഹ്റൈനിൽ നിന്നുള്ള മലയാളി സൂചിപ്പിച്ചതുപോലെ ജനൽ തുറന്നാൽ വാതിൽ തുറന്നാൽ മിസൈൽ വർഷം കാണുന്ന സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്.